സോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ 2025 എനിക്ക് എന്താണ് തന്നത്? അതിനൊറ്റ ആൻസറേ ഉള്ളൂ, നിങ്ങളെയാണ്. അതെ ഗൈസ്, 2025 എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. സോ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഇപ്പോഴാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഈ വ്യൂസ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ആ ഒരു കൗണ്ട് ആണ് നോക്കിയിരുന്നത്, നമ്പേഴ്സ് ആണ് നോക്കിയിരുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായത് നമ്പേഴ്സിനെക്കാളും എന്നെ വീഡിയോ ചെയ്യാൻ കൂടുതൽ ബൂസ്റ്റ് ചെയ്തത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിരുന്നു. അതായത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ലൈക്ക് അവര് ഡിസൈനിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ആൻഡ് എൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കണ്ടു, DM ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആണെന്ന് കണ്ടു. ലൈക്ക് ട്യൂട്ടോറിയൽസ് എല്ലാം അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമന്റ് ചെയ്തും മെസ്സേജ് അയച്ചൊക്കെ പറയുമായിരുന്നു. ഈ നമ്പേഴ്സ് മാത്രം നോക്കിയിരുന്ന ടൈമിൽ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അൺഫോളോസ് ഇഷ്ടം പോലെ വരുമായിരുന്നു. ആൻഡ് അത് ആദ്യം എനിക്ക് ഭയങ്കര സാഡായിരുന്നു. ബട്ട് പിന്നീട് അതങ്ങ് മാറി. നമ്പേഴ്സിനെ അങ്ങ് മാറ്റി നിർത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നോക്കാൻ തുടങ്ങിയതിന് ശേഷം അൺഫോളോ ചെയ്യുന്നതൊന്നും എനിക്കൊരു പ്രശ്നമില്ലാതായി. ലൈക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി, എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഞാൻ എത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ എനിക്ക് കുറച്ച് ഈ പറഞ്ഞ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ലൈക്ക് എൻ്റെ വീഡിയോസ് കാണാൻ, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്ന് മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യും. വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ബൈ.